ചെറുപ്പുളശ്ശേരിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ പ്രതി ചേർത്ത യുവാവിനെ കോടതി വെറുതെ വിട്ടു. ചെറുപ്പുളശ്ശേരി സ്വദേശി പി പ്രകാശനെയാണ് പട്ടാമ്പി കോടതി കുറ്റവിമുക്തനാക്കിയത്. 2019 മാർച്ച് 19 മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസിന്റെ തുടക്കം. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിലാണ് സുപ്രധാന വിധി. ചെറുപ്പുളശ്ശേരി CPM ഓഫീസിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ്. പോലീസ് അന്വേഷണത്തിൽ കുഞ്ഞിന്റെ അമ്മയായ യുവതി തന്നെ പീഡിപ്പിച്ചുവെന്ന മൊഴി നൽകുകയായിരുന്നു. ചെറുപ്പുളശ്ശേരി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായി എന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതി. പ്രണയം നടിച്ച് പീഡിപ്പിച്ചെന്ന യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ കേസിൽ ചെറുപ്പുളശ്ശേരിയിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന പുത്തനാൽക്കൽ തട്ടാരുതൊടിയിൽ പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിരുദ പഠന സമയത്താണ് യുവതിയും യുവാവും അടുപ്പത്തിലായെന്നും 2018 ജൂൺ ആദ്യ ആഴ്ചയിൽ കോളേജ് മാഗസിൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ചെറുപ്പുളശ്ശേരി CPM പാർട്ടി ഓഫീസിൽ പോയപ്പോൾ യുവാവ് ജോസിൽ ലഹരി മരുന്ന് ചേർത്ത് മയക്കി പീഡിപ്പിച്ചെന്നാണ് FIR. പാർട്ടി ഓഫീസിൽ യുവതി ചെന്നപ്പോൾ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിലുണ്ട്. SFI പ്രവർത്തകയായിരുന്ന യുവതി പാർട്ടി ഓഫീസിൽ പോയിരുന്നെന്നാണ് പോലീസിനുള്ള വിവരം. എന്നാൽ യുവാവ് കോളേജിൽ പഠിച്ചിട്ടില്ലെന്നും CPMുമായി ബന്ധമില്ലെന്നും CPM അന്ന് വ്യക്തമാക്കിയിരുന്നു. പോലീസ് കണ്ടെത്തലിനെതിരായ കാര്യങ്ങളാണ് കോടതി കണ്ടെത്തിയത്. ഉഭയസമ്മതപ്രകാരമാണ് ഇരുവരും ബന്ധപ്പെട്ടതെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് പീഡനമെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി. പീഡനം നടന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതുപോലെ പ്രകാശൻ DYFIയുമായോ CPM പാർട്ടിയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി ഓഫീസിൽ ഇത്തരമൊരു സംഭവം നടന്നതായി കണക്കാക്കാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെയാണ് 7 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രകാശൻ കുറ്റവിമുക്തനായത്. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് വരുൺ രഘുനാഥ് ഹാജരായി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.